തുടക്കത്തിൽ കുറച്ച് കൊല്ലം ഞാൻ കോളിഫ്ലവർ ചെടി ഉണ്ടാക്കിയിരുന്നത് ഓൺലൈനായിട്ട് വിത്ത് വാങ്ങിച്ച് നട്ടിട്ടായിരുന്നു. പിന്നെ ഒരു 2-3 ചെടികൾ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടു. അതിൽ 2 ഉണങ്ങിപ്പോയി, 1 നല്ലോണം വളർന്നു വന്നു. അതിന് ഒരു ചെറിയ ശിഖരം, അത്യാവശ്യം വലിപ്പമുള്ള ശിഖരമായിരുന്നു, നിലത്ത് കൊണ്ടിയപ്പോൾ അത് ലെയറിങ് ചെയ്ത് വേറെ ചെടി ഉണ്ടാക്കി. ആ 2 ചെടികളും അവിടെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കൂടാതെ ആ ഒറിജിനൽ ചെടിയുടെ കടക്കിൽ മണ്ണിൻ്റെ ആ ഭാഗത്ത് കുറേ ശിഖരങ്ങൾ കണ്ടു. ഒരു 3 ഞാൻ പറിച്ചെടുത്ത് ആ ശിഖരങ്ങൾ വേറെ ചെടിച്ചട്ടികളിൽ നട്ടു. ലെയറിങ് ചെയ്തതല്ല, നേരെ പറിച്ചെടുത്തിട്ട് അങ്ങ് നടുക ചെയ്ത്. അതിൽ 1 ഇത്ര ഉഷാറായിട്ട് വന്നിരിക്കണേ. രണ്ടാമത്തത് അത്ര ഉഷാറായിട്ടില്ല, 3 ഇലകളുണ്ട്. അതിൽ 1 ഇല പുതിയതാട്ടോ, ഇതിൽ 1 ഇല പുതിയതാണ്, ആദ്യത്തെ 2 ഇല പഴയതായിരിക്കണം. പിന്നെ ഇതിന് 2 പുതിയ ഇലകൾ വന്നിട്ടുണ്ട്, 3ാമത്തെ കൂമ്പും വന്നിട്ടുണ്ട്. വേറൊരെണ്ണം 1 ഇല മാത്രമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അത് കാണാൻ ഒരു വലിയ വിഷയമില്ല, അത് രക്ഷപ്പെടും തോന്നില്ല. എന്തായാലും വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ വഴി കോളിഫ്ലവർ തുടർ പരമ്പര ഉണ്ടാക്കാൻ പറ്റുമെന്ന് തെളിഞ്ഞു. അതായത് ആദ്യം ലെയർ ചെയ്തിട്ട് ഒരു നല്ല വലിയ ചെടിയാണ്, ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ശിഖരങ്ങൾ, ചെറിയ കുഞ്ഞ് ശിഖരങ്ങൾ നുള്ളിയെടുത്ത് മണ്ണിൽ നട്ട് ചെടികൾ ഉണ്ടാകുന്നത്. കോളിഫ്ലവറിന് മുമ്പ് എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, പൂവ് കോളിഫ്ലവർ 1 ഉണ്ടാവും, പിന്നെ ഞാൻ ചെടി പറിച്ച് കളയും. പിന്നീടാണ് മനസ്സിലായത്, ആ നുള്ളി എടുത്തിട്ട് ചെടി അവിടെ നിർത്തിക്കഴിഞ്ഞാൽ സൈഡിൽ ചെറിയ ശിഖരങ്ങൾ വരും, അതിൽ ചെറിയ കോളിഫ്ലവറുകൾ ഉണ്ടാവും, മറ്റേ കോളിഫ്ലവറിൻ്റെ വലിപ്പമുണ്ടാവില്ല. പിന്നെ ഇതാണ് ഏറ്റവും പുതിയ പരീക്ഷണം. അന്നിങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല, ആ ശിഖരങ്ങൾ എടുത്തിട്ട് വേറെ നട്ടിട്ട് ചെടിയാവുമെന്ന് നോക്കിയിട്ടില്ല. അപ്പോൾ വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ വഴി പുതിയ ചെടികൾ ഉണ്ടാക്കാം എന്ന് കൃത്യമായിട്ട് തെളിഞ്ഞു കഴിഞ്ഞു. ഇനി അറിയേണ്ടത് ഈ വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ വഴി ഉണ്ടാക്കിയ ചെടികളിൽ നിന്ന് കോളിഫ്ലവർ കിട്ടുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതൊരു പ്രധാന ചോദ്യമാണ്. അതറിയണമെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിയേണ്ടി വരും. എന്തായാലും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഒന്നുമില്ലെങ്കിൽ ചെടി വളരുന്നത് കാണാൻ ഒരു സന്തോഷമല്ലേ. നമ്മളിപ്പോൾ ഗാർഡനിങ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? കുറേ ചെടികൾ കാണാൻ, അല്ലാണ്ട് ഇപ്പോൾ അതിൽ നിന്ന് നമുക്കൊന്നും കിട്ടുന്നില്ലല്ലോ. ഇതും ആ തരത്തിൽ വേണമെങ്കിൽ കണക്കാക്കാം. എഡിബിൾ ലാൻഡ്സ്കേപ്പിംഗ് എന്നൊക്കെ ഇടയ്ക്ക് ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ടല്ലോ.